നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വഖഫ് വലയിൽ നിന്ന് പുറത്തു കടക്കാൻ നീതിക്കായി പൊരുതുന്ന മുനമ്പം ജനതയെ രക്ഷിക്കാനെന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്തിയ കണ്ണിൽ പൊടിയിടൽ ഹൈക്കോടതി കയ്യോടെ പിടിച്ചു. യാന്ത്രികമായി വേണ്ടത്ര ഗൗരവമില്ലാതെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷൻ കോടതി റദ്ദാക്കി. നിലവിലെ വഖഫ് നിയമം വെച്ച് സംസ്ഥാന സർക്കാരിന് ഇത്തരം ഒരു വസ്തുതാന്വേഷണം നടത്താനാവില്ലെന്നറിഞ്ഞിട്ടും എന്തിന് ഈ കള്ളക്കളി? ഒരിക്കൽ വഖഫ് എന്ന് കണ്ടെത്തിയാൽ വഖഫ് ഭൂമിക്ക് മാറ്റമുണ്ടാകില്ലെന്ന വഖഫ് നിയമം പൊളിച്ചെഴുതാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിക്ക് മാത്രമേ മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വെളിവാക്കുന്നതോ കോടതി വിധി? കേന്ദ്രത്തിന്റെ ശ്രമത്തെ തള്ളിപ്പറയുമ്പോഴും മുനമ്പം ജനതയെ വഖഫിൽ നിന്ന് രക്ഷിക്കുമെന്ന പേരിൽ സർക്കാരിന്റെ ചതി ഇനി എത്ര നാൾ തുടരും? മുനമ്പത്തെ പറ്റിച്ചോ സംസ്ഥാന സർക്കാർ? ഡിബേറ്റിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഫാദർ ജോഷി മയ്യാറ്റിൽ, ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഡോക്ടർ ബി ജയരാജ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഫാദർ ജോഷി മയ്യാറ്റിൽ, ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്ന സമയത്ത് തന്നെ വളരെയധികം എതിർപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കമ്മീഷൻ കൊണ്ട് ഒരു കാര്യവുമില്ല, മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടാൻ, വഖഫ് വിഷയം പരിഹരിക്കാൻ ഇത് ഉപയോഗപ്പെടുകയില്ല എന്ന് അന്ന് തന്നെ വിലയിരുത്തൽ ഉണ്ടായതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ജുഡീഷ്യൽ കമ്മീഷൻ ഒരു വസ്തുതാന്വേഷണം നടത്തി ശുപാർശകൾ സർക്കാരിന് നൽകും, അതിന്റെ വെളിച്ചത്തിൽ ഈ വഖഫ് വിഷയത്തിൽ മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ്. യഥാർത്ഥത്തിൽ പറ്റിക്കുകയല്ലായിരുന്നോ സംസ്ഥാന സർക്കാർ ചെയ്തത്? അതുമാത്രമല്ല, കേന്ദ്രം കൊണ്ടുവരാൻ പോകുന്ന വഖഫ് ഭേദഗതി നിയമം, അതിനല്ലാതെ മറ്റെന്തിനെങ്കിലും മുനമ്പം ജനതയുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ സാധിക്കുമോ? മഞ്ജുഷേ, വളരെ വ്യക്തമാണ്. സർക്കാർ ശ്രമിച്ചത് മുനമ്പത്തെ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനാണ്, കേരള ജനതയുടെ കണ്ണിൽ പൊടിയിടാനാണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞ ആ മുനമ്പം നിവാസികള് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച നവംബർ 22 ആണെന്നാണ് എന്റെ ഓർമ്മ, അന്ന് വൈകിട്ട് തന്നെ വലിയൊരു പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം അവര് അവിടെ മുനമ്പത്ത് നടത്തിയത് ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്ന് മാത്രമല്ല, ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് പുറത്തു വന്ന ഉടനെ തന്നെ ഞാൻ അന്നൊരു വ്യക്തമായ ഒരു വീഡിയോ ഇട്ടിരുന്നു. സർക്കാർ ഇതുപോലെ ജനത്തെ പറ്റിക്കാൻ തയ്യാറാകരുത്, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഒന്ന് മാറി നിൽക്കാമോ എന്നാണ് ചോദിച്ചത്. കാരണം വഖഫ് അല്ലാത്ത ഒരു ഭൂമിയെ വഖഫായി വഖഫോട് അവകാശവാദം ഉന്നയിച്ച് പിടിച്ചെടുക്കുന്ന, ഒരു കൊള്ള നടത്തുന്ന ഒരു അവസ്ഥ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ട് അവിടെ ഇത് വഖഫ് അല്ല എന്നുള്ള വസ്തുതയെ, യാഥാർത്ഥ്യത്തെ വെളിവാക്കാനായി സർക്കാരിന്റെ കയ്യിലുള്ള രീതികളെല്ലാം ശ്രമിക്കേണ്ടതിന് പകരം ഇതുപോലെ ഇത് വഖഫാണ് എന്നുള്ള മുൻവിധി നിലനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ചില കണ്ണിൽ പൊടിയിടൽ പരിപാടികള് സർക്കാർ ചെയ്യുന്നത് ഒട്ടും ആശാസ്യമല്ല. ഹൈക്കോടതി വിധി വായിച്ചു നോക്കുമ്പോഴും മുനമ്പം ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ഇതിനകം തന്നെ വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതിനാൽ ഇനി എങ്ങനെയാണ് മറ്റൊരു അതോറിറ്റിക്ക് ഇതിൽ നിലപാടെടുക്കാൻ കഴിയുക എന്ന് ഹൈക്കോടതി ചോദിച്ചതോടുകൂടി വഖഫ് ഭൂമിയാണ് മുനമ്പത്തേത് എന്ന നിലപാടെടുത്തവർ, അത് ഉച്ചത്തിൽ പറഞ്ഞ ആളുകൾ, അവർക്ക് അനുകൂലമായ ഒരു വിധി എന്ന രീതിയിൽ പോലും ഇതിനെ വ്യാഖ്യാനിക്കാമല്ലോ. അപ്പോൾ മുനമ്പം ജനതയ്ക്കെതിരെയുള്ള ഒരു വിധി പോലുമായി മാറിയിരിക്കുകയാണല്ലോ. അതിന് കാരണക്കാർ സംസ്ഥാന സർക്കാരുമായി. ഒരിക്കലുമില്ല, ഇത് മുനമ്പം ജനതയ്ക്കെതിരെയുള്ള വിധിയല്ല, ഇത് സർക്കാരിന്റെ തട്ടിപ്പിനെതിരെയുള്ള വിധിയാണ്. ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ മുനമ്പം ജനതയും ഈ ജുഡീഷ്യൽ കമ്മീഷനെതിരായിട്ട് ശക്തമായ നിലപാട് എടുത്തത്. ഓർക്കുക, ഇവിടെ ഇന്നത്തെ വിധിയിലൂടെ മുനമ്പം ജനതയ്ക്ക് ഇനി തീർച്ചയായും ഏക പ്രതീക്ഷ അത് നിയമ ഭേദഗതി ബില്ല് പാസ്സാവുകയാണ് എന്ന് അടിവരയിട്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അത് ഇടത് വലത് മുന്നണികൾ അതിനെ സമ്മതിക്കുകയില്ലല്ലോ. ഫാദർ ജോഷി മയ്യാറ്റിൽ, ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട് എന്ന് പറയുന്നത് ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സാകരുത് എന്നാണല്ലോ. പക്ഷേ നിങ്ങളെല്ലാവരും പറയുന്ന കാര്യം മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ആ നിലപാടിന് അംഗീകാരം കിട്ടണം എന്നാണല്ലോ. ഇന്നത്തെ ഹൈക്കോടതി വിധി വായിച്ചു നോക്കുമ്പോഴും അതല്ലാതെ മറ്റൊരു പോംവഴി ഇല്ല എന്ന് മനസ്സിലാവുകയാണോ? കൃത്യമായും 30 മുതൽ ഖണ്ഡിക, ഇന്നത്തെ കോടതി വിധിയുടെ 30ാം ഖണ്ഡിക മുതൽ തുടർച്ചയായി വായിച്ചു നോക്കൂ. കോടതി കൃത്യമായി പറയുന്നത് നിലവിലുള്ള
നിയമത്തിന്റെ വെളിച്ചത്തിൽ വഖഫ് അധിനിവേശം അഥവാ ഈ നിയമ പരിരക്ഷയുള്ള ഈ കൊള്ള സംഘത്തിന്റെ ഈ പ്രവൃത്തി ഈ നിയമം സാധുത നൽകുന്നതാണെന്ന് തന്നെയാണ്. ഈ നിയമത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ നിലവിലുള്ള നിയമത്തിന് സാധിക്കും. അതുകൊണ്ട് നിലവിലുള്ള നിയമം വെച്ച് ഇങ്ങനെ ഒരു വിധി മാത്രമേ വരികയുള്ളൂ എന്ന് വ്യക്തമാക്കുകയല്ലേ. അതിനെതിരായി സർക്കാരിനോ മറ്റാർക്കോ എങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നുണ്ടല്ലോ രമ്യമായി പരിഹരിക്കണം. ഇന്നും ശ്രീ കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു ഇത് ചർച്ചയിലൂടെ ഒരു രമ്യതയിലൂടെ തീർക്കണമെന്ന്. അപ്പോ നിലവിലുള്ള വഖഫ് നിയമം എന്താണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ? വഖഫ് നിയമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഒരു മീഡിയേഷനിലൂടെ തീരാവുന്ന വിഷയമല്ല ഇത് എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോ ഒരു മീഡിയേഷനിലൂടെ തീർക്കാം എന്നുള്ള UDFന്റെ പറച്ചിലുകള് അതിനോട് അല്പം പോലും യോജിക്കാൻ മുനമ്പംകാർക്ക് സാധിക്കില്ല. വഖഫ് നിയമം പഠിച്ചിട്ടുള്ളവർക്കും സാധിക്കില്ല. മാത്രമല്ല ഇതിൽ കോടതി താങ്കൾ പറയുന്ന 30ാമത്തെ ഖണ്ഡികയിൽ തന്നെ അവസാനം പറയുന്ന കാര്യം, ഇപ്പോൾ സർക്കാർ തന്നെ വെളിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിലെ വഖഫ് നിയമത്തിലെ 97ാമത്തെ സെക്ഷൻ അനുസരിച്ച് സർക്കാരിന് ഇടപെടാൻ കഴിയുമെന്നതിലാണല്ലോ. അങ്ങനെ ഒരു വസ്തുതാന്വേഷണ പരിശോധന ജുഡീഷ്യൽ കമ്മീഷൻ നടത്തി ആ ശുപാർശ കിട്ടുമ്പോൾ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് വരാമെന്ന്. പക്ഷെ അതിന് പോലും ഹൈക്കോടതി തടസ്സം തന്നെയാണ് പറയുന്നത്. ഫർദർ ഇഫ് ദ ഡീഡ് അണ്ടർ കൺസിഡറേഷൻ ഈസ് എ വഖഫ് ഡീഡ് ഈവൻ ദ ഗവൺമെന്റ് ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം issuing any directions contrary to such a deed as per the സെക്ഷൻ 97 ഓഫ് ദ ആക്ട് എന്ന് പറയുമ്പോൾ ഈ 97th സെക്ഷൻ പോലും നിലവിലെ നിയമത്തിലെ അത് ഉപയോഗപ്പെടുത്തുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. മറിച്ച് വഖഫ് ബോർഡിന്റെ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് വഖഫ് ട്രൈബ്യൂണൽ വരെ പോകാം, അതിനപ്പുറത്തേക്ക് ഒന്നും സാധ്യമാവുകയില്ല എന്നാണല്ലോ ഹൈക്കോടതി അടിവരയിട്ട് പറയുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ? വളരെ വളരെ ശരിയാണ്. നിയമം ഇപ്പോൾ നിലവിലുള്ള ഈ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം സർക്കാരിനും ഒന്നും ചെയ്യാൻ കഴിയില്ല, മീഡിയേഷൻ ശ്രമങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇനി മറ്റേതെങ്കിലും രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം വഖഫ് ബോർഡിന് ഏത് പ്രോപ്പർട്ടിയും ക്ലെയിം ചെയ്യാം. അതിന് തോന്നിയാൽ, അതാണല്ലോ കൃത്യമായി നമ്പർ 40 തന്നെ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നമ്പർ 40 കൃത്യമായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് കോടതി. അപ്പോ വളരെ വ്യക്തമാണ്, ഈ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം ഏത് ഭൂമിയും, കേരളത്തിലെ ആരുടെയും ഏത് ഭൂമിയും വഖഫ് ബോർഡിന് റീസൺസ് ടു ബിലീവ്, അത് വഖഫാണെന്ന് റീസൺ ടു ബിലീവ് ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് തോന്നുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്ത്, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, പറഞ്ഞിട്ടില്ല. പക്ഷേ വഖഫ് ഭേദഗതി ബില്ലും പിന്നെ അതിനുശേഷമുള്ള JPCയുടെ റിപ്പോർട്ടും വായിച്ചു നോക്കുമ്പോൾ ഇതിനെ എല്ലാം മറികടക്കുന്ന രീതിയിലുള്ള ഭേദഗതിയാണ് വരാൻ പോകുന്നത്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ആ 40ാമത്തെ സെക്ഷനെതിരെയുള്ള പരാമർശം ബില്ലിലുണ്ട്. അല്ല, 40ാമത്തെ സെക്ഷൻ അതേപടി എടുത്തു കളഞ്ഞിരിക്കുകയാണ് പുതിയ വഖഫ് ബില്ലിൽ. അതുപോലെ തന്നെ JPCയുടെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ 86ാമത്തെ സെക്ഷനും അതുപോലെ തന്നെ 97ാമത്തെ സെക്ഷനും ഒക്കെ കുറച്ചുകൂടി ഈ ശക്തി പകർന്നുകൊണ്ട് തന്നെയാണ് JPCയുടെ റിപ്പോർട്ട് വരുന്നതും. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി തന്നെ മുനമ്പം ജനതയ്ക്ക് അതിനെ കാണാം. പക്ഷേ ശ്രീ മുസ്തഫ മുണ്ടുപാറ, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു വിധിയാണല്ലോ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് സമർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഗുണം ചെയ്യും ഈ വിധി, ഹൈക്കോടതിയുടെ വിധി. മഞ്ജുഷ്, ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന ചർച്ചക്കപ്പുറം ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. അതിന് രമ്യമായ പരിഹാരം കാണേണ്ടത് വളരെ അനിവാര്യമാണ്. ഈ വിഷയത്തിൽ 3 പ്രധാന പോയിന്റുകളുണ്ട്. അത് 3ഉം നമ്മൾ പ്രധാനമായി ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒന്ന്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ ഇവിടുത്തെ കോടതികൾക്കോ ഔദ്യോഗിക ഏജൻസികൾക്കോ ഇക്കാലം അത്രയും സംശയം ഉണ്ടായിട്ടില്ല. പൂർണ്ണമായി അത് വഖഫ് ഡീഡായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ആ വഖഫ് ഭൂമി സംരക്ഷിക്കപ്പെടുക എന്നത് ഒന്നാമത്തെ വിഷയമാണ്. കാരണം പരലോക പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് വ്യക്തികൾ സംഭാവന ചെയ്തുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന വഖഫുകൾ
അത് ഇത് മാത്രമല്ല, ഒരുപാട് വഖഫുകൾ ഇവിടെ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അത് നിലവിലെ നിയമം അനുസരിച്ച് സംരക്ഷിക്കപ്പെടുന്നു എന്നല്ലേ ഉള്ളൂ ശ്രീ മുസ്തഫ മുണ്ടുപാറ. മുനമ്പം ജനതയുടെ ആശങ്കയും അതാണല്ലോ. നിലവിലെ നിയമം അനുസരിച്ച് അതേ സാധ്യമാവുകയുള്ളൂ. ആ നിയമം ഏത് രീതിയിലാണ് ഈ മുനമ്പത്തെ ജനതയെ പോലെയുള്ള നിരവധി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അത് മറികടക്കുന്നതിന് വേണ്ടിയാണല്ലോ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. അതിനെ നിങ്ങളൊക്കെ എതിർക്കുകയാണ്. നിങ്ങളൊക്കെ അതിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ മുനമ്പം ജനതയെ പോലെ ഭൂമി നഷ്ടപ്പെടാൻ പോകുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്. കാരണം ഇതുവരെയുള്ള നിലവിലെ നിയമം അനുസരിച്ച് ചോദ്യം ചെയ്യപ്പെടാൻ പോലും പറ്റാത്ത ഒന്നാണ് വഖഫ് ബോർഡിന്റെ തീരുമാനം. അത് വഖഫ് ട്രൈബ്യൂണൽ വരെ പോവുകയുള്ളൂ. അതിനുശേഷം സിവിൽ കോടതികളിലേക്ക് പോകുവാൻ സാധ്യമല്ല. അതിന് മുകളിൽ ഒരു അതോറിറ്റിയുമില്ല. ഇന്ന് ഹൈക്കോടതി തന്നെ പല ഖണ്ഡികകളിലായി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനവും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇതൊരു വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. മറ്റൊരു തരത്തിലുള്ള വസ്തുതാന്വേഷണവും പാടില്ല എന്ന് കോടതി പറയുകയും അതുപോലെ തന്നെ ഇതിനു മുകളിലായിട്ടൊരു അതോറിറ്റി ഇല്ല, ട്രൈബ്യൂണലിന് മുകളിലായിട്ടൊരു അതോറിറ്റി ഇല്ല എന്ന് ആവർത്തിച്ച് കോടതി വ്യക്തമാക്കിയിരിക്കുന്നതും ഇത് നിലവിലെ വഖഫ് നിയമത്തിന്റെ ന്യൂനതയാണ്. ന്യൂനത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശക്തിയാണ്, പക്ഷേ അതേസമയം മുനമ്പത്തെ ജനതയെ പോലെയുള്ളവരുടെ ദൗർബല്യവുമാണ്. അവർക്ക് ദോഷകരമായി വരികയുള്ളൂ. അതുകൊണ്ടാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞത് കേന്ദ്രം ഇപ്പോൾ കൊണ്ടുവരുന്ന നിയമ ഭേദഗതി അത് അനിവാര്യമാണ് എന്ന്. എങ്കിൽ മാത്രമേ നീതി കിട്ടുകയുള്ളൂ മുനമ്പം ജനതയ്ക്കെന്ന്. അവസരം തന്നില്ല. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് പൂർത്തിയാക്കാൻ അവസരം തരണല്ലോ. ഇവിടെ എന്താ സത്യത്തില് ഈ വിഷയത്തിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അത് വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ ഇവിടെ നിയമവ്യവസ്ഥക്കോ ഇവിടുത്തെ ഔദ്യോഗിക ഏജൻസിക്കോ ആർക്കും സംശയമില്ലാത്ത വിധം ക്ലിപ്തമായി ക്ലിയറായി ഉള്ള ഒരു രേഖകളുള്ള നിയമ പരിരക്ഷയുള്ള ഒരു വിഷയമാണ് മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്നാമത്തെ വിഷയം അതാണ്. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കപ്പെടണം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും പൊതുസ്വത്ത് പ്രത്യേകിച്ചുകൊണ്ട് ഈ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുന്ന കാര്യത്തിൽ ഇന്ന് ഏറെ ആശങ്കപ്പെടുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് അന്യാധീനപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. നിയമം നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നുള്ളൂ, അടുത്തതിന്റെ നിയമം വരാൻ പോകുന്നു. പക്ഷെ ഇത് നേരത്തെ ഹൈക്കോടതി, പറവൂർ കോടതി, അതോടൊപ്പം തന്നെ ഇവിടുത്തെ കലക്ടർമാര് ഒക്കെ ക്ലിയറായി കൃത്യമായി പറഞ്ഞ ഒരു കാര്യമാണത്. അത് വഖഫ് ഭൂമിയാണ് എന്ന് അതിന്റെ ലീഡിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതല്ല എന്ന് അടച്ച് പറഞ്ഞത് കൊണ്ട് വിഷയം പരിഹരിക്കപ്പെടുന്നില്ല. ഇവിടെ വിഷയം പരിഹരിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ സെറ്റിൽമെന്റിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വേണ്ടത്. അത് വഖഫ് ഭൂമി അല്ല എന്ന് വെറും വാക്കിൽ അങ്ങ് പറഞ്ഞാൽ പോരാ. ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ, കോടതികൾ എന്ത് നിലപാടാണ് കാര്യത്തിൽ എടുത്തത്? ഇവിടുത്തെ ഔദ്യോഗിക ഏജൻസികൾ. ഞാനത് സംശയം ചോദിക്കും. ഞാനത് ആവർത്തിച്ച് ഇടപെട്ടത് എന്ന് പറയുമ്പോൾ നിലവിലെ വഖഫ് നിയമം അനുസരിച്ച് അങ്ങനെ ഒരു നിയമ പരിശോധന പോലും സാധ്യമല്ലല്ലോ. ഇന്നത്തെ ഹൈക്കോടതി വിധി വായിച്ചു നോക്കുമ്പോൾ അത് വ്യക്തമാവുകയുമാണ്. അങ്ങനെ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാർ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഹൈക്കോടതി അത് റദ്ദാക്കിയിരിക്കുന്നത്. കാരണം നിലവിലെ വഖഫ് നിയമം അനുസരിച്ച് അത് സാധ്യമല്ല എന്ന് കോടതി പറയുമ്പോൾ പിന്നെ ഏത് രീതിയിലുള്ള മധ്യസ്ഥത, ഏത് രീതിയിലുള്ള നിയമ പോരാട്ടം, എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? ഈ പറയുന്ന പോലെ വഖഫ് ബോർഡ് സമ്മതിക്കില്ലല്ലോ എന്തായാലും മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് പറയുവാനും അവിടെ താമസിക്കുന്ന ആളുകൾ അവിടെ അവകാശം സ്ഥാപിച്ചോട്ടെ എന്ന് പറയുവാനും അതിനൊരിക്കലും വഖഫ് ബോർഡ് തയ്യാറാവുകയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ മറ്റു വഖഫ് ഭൂമികളുടെ കാര്യത്തിലും തർക്കങ്ങൾ വരും. അങ്ങനെ ഒരുപാട് നിയമപ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ എന്ത് പരിഹാരം എന്നാണ് പറയുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയൊരു കാര്യം ഇവിടെ പറയുന്നത്. നിലവിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് അതിലെ ന്യൂനതകൾ മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഈ രീതിയിലുള്ള ഉദാഹരണങ്ങൾ വരുമ്പോൾ? മഞ്ജുഷേ, ഇവിടെ എല്ലാ രേഖകളും ഉള്ള, ഇവിടുത്തെ കോടതികൾ വിധി പറഞ്ഞ, ഇവിടുത്തെ ഔദ്യോഗിക എക്സിക്യൂട്ടീവ് അത് അംഗീകാരം നൽകിയ ഒരു ഭൂമിയാണ് ഈ മുനമ്പത്തെ വഖഫ് ഭൂമി. ഈ പരാമർശിക്കപ്പെടുന്ന 400 ചില്ലാനം ഏക്കർ വരുന്ന ഭൂമി. അത് രേഖകളോടെ ഉണ്ട്. അതൊരു കമ്മീഷൻ പഠനം നടത്തിയതാണ്. സച്ചാർ കമ്മീഷന്റെ അടിസ്ഥാനത്തിലുള്ള പാലോളി കമ്മിറ്റിയുടെ നേതൃത്വത്തില് നിസാർ കമ്മീഷൻ പഠനം നടത്തി സ്ഥാപിക്കപ്പെട്ട അത് വഖഫ് ഭൂമിയാണ് എന്ന് കൃത്യമായി സ്ഥാപിക്കപ്പെട്ട ഒരു ഭൂമിയാണിത് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒന്നാമതായി നമ്മൾ പരിഗണിക്കണം. ഞാൻ എന്റെ ചർച്ച പൂർത്തിയാക്കാൻ മഞ്ജുഷ അവസരം തരുന്നില്ല. അതിലെടുത്ത് കയറി മഞ്ജുഷ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയാൻ പോകുന്നത്. ഒന്ന്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഒന്ന്, നമ്പർ 1. രണ്ടാമത്തത്, ആ വഖഫ് ഭൂമിയിൽ
അന്യായമായ വിധത്തിൽ കുറെ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അത് എല്ലാവരും അവിടെ താമസിക്കുന്ന പുറത്തുള്ള ആളുകളുണ്ട്, അത് വേറെ വശം. അതായത് താമസക്കാരല്ലാത്ത വലിയ വൻകിട ലോബികൾ അവിടെ കയ്യേറിയിട്ട് വഖഫ് ഭൂമി തട്ടിയെടുത്തിട്ട് അവിടെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ ഒരുപാട് സഹോദരങ്ങൾ അവിടെ താലിമാല പോലും വിറ്റുകൊണ്ട് അവിടെ വിലക്ക് കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ യാഥാർത്ഥ്യം. മൂന്നാമത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ അന്യായമായ, ഞാൻ ഒന്നാമത് പറഞ്ഞ വഖഫ് ഭൂമി എന്ന ആ ഭൂമി അന്യായമായ വിധത്തിൽ അത് കൈകാര്യം ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ഇവിടുത്തെ ചില കക്ഷികളുണ്ട് ഇവിടെ. ഒന്നാമതായിക്കൊണ്ട് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഭൂമിയുടെ ഉടമസ്ഥരായ അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ട അതിന്റെ ഉടമസ്ഥരായ ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന കമ്മിറ്റി ഒന്നാമത്തെ പ്രതിസ്ഥാനത്തുള്ളത്. രണ്ടാമത്തെ പ്രതിസ്ഥാനത്തുള്ളത് കഴിഞ്ഞുപോയ വഖഫ് ബോർഡുകളാണ്. ഈ ഭൂമി അന്യായമായി വൻകിട റിസോർട്ട് ലോബികൾ ഉൾപ്പെടെയുള്ളത് തട്ടിയെടുത്തപ്പോൾ നിസ്സംഗരായി നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ അതിനാവശ്യമായ നടപടിയെടുക്കുകയോ ചെയ്യാൻ കഴിയാതെ പോയ ഇവിടുത്തെ രണ്ടാമത്തെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് വഖഫ് ബോർഡാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ഇടത് വലത് വഖഫ് ബോർഡുകൾ. അതോടൊപ്പം തന്നെ മൂന്നാമത് പ്രതിസ്ഥാനത്തോടെ നിൽക്കുന്നത് സർക്കാരാണ്. ഒരു വഖഫ് ഭൂമി ഇങ്ങനെ തട്ടിയെടുക്കപ്പെടുമ്പോ അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട ബാധ്യത സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. സർക്കാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടത്. ഈ മൂന്ന് കൂട്ടർ ഇവിടെ പ്രതിസ്ഥാനത്താണുള്ളത്. ഇനിയാണ് നമ്മുടെ വിഷയം നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ പാവപ്പെട്ട സാധാരണക്കാരായ വൻകിട ലോബികളെ മാറ്റി നിർത്തിയാൽ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങൾ അവിടെ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം ആ ഭൂമിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ വാങ്ങിയത് അന്യായമായ അനർഹമായ വിധത്തിൽ വഖഫ് ഭൂമി വില കൊടുത്ത് വാങ്ങേണ്ടി വന്നതാണ്. അപ്പൊ ഈ മൂന്ന് യാഥാർത്ഥ്യത്തെയും അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ. ഇവിടെ കേന്ദ്രത്തിന്റെ ബില്ല് വരാൻ പോകുന്നുണ്ട്. കേന്ദ്രത്തെ സംബന്ധിച്ചോളം പ്രത്യേക താല്പര്യമുണ്ട്, നമുക്കറിയാം. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന്റെ വഖഫ് മാത്രമല്ല അവരുടെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ വഖഫ് ഭൂമിയൊക്കെ അന്യായമായ വിധത്തിൽ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത് എന്ന് നമുക്കൊക്കെ ബോധ്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട ഈ മൂന്ന് വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ സെക്ഷൻ 86 തന്നെ പരിശോധിച്ചാൽ അറിയാമല്ലോ. തീരുമാനം വഖഫ് ബോർഡ് ഒരു തീരുമാനം എടുത്താൽ ഈ ഭൂമി ഞങ്ങളുടേതാണ്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡുകൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ട്രൈബ്യൂണലിലെ ചോദ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ട്രൈബ്യൂണൽ അത് അംഗീകരിക്കുകയാണ് ചെയ്തതെങ്കിൽ പിന്നെ അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഇല്ല. ഒരു സിവിൽ കോടതിയെയും സമീപിക്കാൻ പറ്റുകയില്ല, മറ്റൊരു അതോറിറ്റിക്കും തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും അത് നീതി നൽകുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ആ സെക്ഷൻ തന്നെ വേണ്ട എന്ന് വെക്കുന്നതും അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ട്രൈബ്യൂണലിൽ എത്രയോ വർഷങ്ങൾ ഈ കേസ് കെട്ടിക്കിടക്കുന്നു, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അതിനൊരു ടൈം ലൈൻ വെക്കുന്നത്. ഇതൊന്നും നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വഖഫ് ഭൂമി അല്ല എന്ന് ഒരാൾക്ക് തർക്കം ഉന്നയിക്കുവാനുള്ള അധികാരം പോലും ഒരു അവകാശം പോലും ഇല്ല എന്ന് കരുതുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ശ്രീജിത്ത് പണിക്കർ, ഇന്നത്തെ ഈ കോടതി വിധിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് സംസ്ഥാന സർക്കാരിന് ഏറ്റവും ഒരു തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ വഖഫ് ഭൂമിയാണ് എന്ന കാര്യം ആവർത്തിച്ച് അംഗീകരിക്കപ്പെടുന്ന രീതിയിലായി പോയില്ലേ ഇന്നത്തെ ഹൈക്കോടതി വിധി? തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ഈ വിഷയത്തിൽ കോടതിയിലേക്ക് ഈ വിഷയം പോകുമ്പോൾ നിർബന്ധമായും സർക്കാരിന് കനത്ത പ്രഹരം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് തീർപ്പ് കൽപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആയിരുന്നില്ല. ഈ രീതിയിലത്തേക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ലാത്ത ഒരു കമ്മീഷനെ വെക്കുകയും എന്നിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ എന്നൊരു ഓമന പേര് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് സർക്കാർ മുനമ്പത്തുള്ള ആൾക്കാരോടൊപ്പമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി വെറുതെ ഇറക്കിയിരുന്ന ഒരു നമ്പർ മാത്രമാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രത്യേകമായിട്ട് വഖഫ് ഇന്നയാളിന്റെ ഭാഗത്താണ് എന്ന് പറയുന്നില്ല. പക്ഷെ വേണമെങ്കിൽ നമുക്കൊരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട് അത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കേണ്ട വിഷയമാണ് എന്ന് പറയാം. കാരണം സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങളുടെ മേലും ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ നിയമം പാസ്സാക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. തന്നെയുമല്ല, വഖഫ് ആക്ട് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ആക്ടാണ്. അത് പാർലമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ആക്ടാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മാത്രമേ സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായിട്ടുള്ള അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകേണ്ടതില്ല. ഇവിടെ കോടതി പോലും അത് പരിഗണിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്രൊവിഷൻ ലാൻഡുമായി ബന്ധപ്പെട്ട്, അതേപോലെ കൺകറന്റ് ലിസ്റ്റിൽ ലാൻഡുമായി ബന്ധപ്പെട്ട 2 പ്രൊവിഷൻ, ഈ പ്രൊവിഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വാലിഡ് ആകും അറ്റ്ലീസ്റ്റ്
എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ ജൂറിസ്ഡിക്ഷൻ സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന രീതിയിലേക്ക് എത്തുന്നത്. എന്ന് വെച്ചാൽ പ്രത്യക്ഷമായിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുള്ള ഒരു ഗ്രൗണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് വളരെ കൃത്യമായിട്ടുള്ള 6 പോയിന്റ് പറഞ്ഞുകൊണ്ടാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരു സാധുതയും ഇല്ല എന്ന് കോടതി ഇവിടെ പറയുന്നത്. അത് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിന്, അല്ലെങ്കിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്ന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിയമോപദേശം കിട്ടിയിട്ടുണ്ടാകും എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ. എന്നിട്ടും അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നോക്കൂ. വഖഫ് ബോർഡിന്റെ കണ്ടെത്തലുകൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കാഴ്ചപ്പാട്, ഈ കാര്യങ്ങൾ സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്ന് ഒന്നാമത്തെ പോയിന്റ്. വഖഫ് നിയമത്തിലുള്ള വിവിധ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് ഈ കമ്മീഷനെ വെക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടില്ല. നേരത്തെ ഇതേപോലെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടില്ല. ആ റിപ്പോർട്ടിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നു എന്ന വിഷയം പരിഗണിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് വന്നിരുന്ന സമയത്ത് അതിനെ ഹൈക്കോടതി തീർപ്പാക്കിയതാണ് എന്നത് സമ്മതിച്ചിട്ടില്ല. ഇനി ഇത് കൂടാതെ ട്രിബ്യൂണലിന് മുന്നിൽ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന കാര്യവും സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള നിയമോപദേശം സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ നമുക്കൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമേ അത് കിട്ടാൻ സാധ്യതയുള്ളൂ. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ കണ്ണിൽ പൊടിയിടാനായിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാമെന്നല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലേക്ക് ഇപ്പോൾ ഇത് വരുന്നു പോലുമില്ലല്ലോ ശ്രീജിത്ത് പണിക്കർ. അല്ല, സംസ്ഥാന സർക്കാർ അങ്ങനെയാണെങ്കിൽ ശരിക്കും മുൻപത്തുള്ള ആൾക്കാരുടെ ന്യായമായിട്ടുള്ള അവകാശത്തിനോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത് എങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് കേന്ദ്ര നിയമത്തിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായിട്ട് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണല്ലോ. എന്തായാലും അവിടെയാണ് പ്രശ്നം. ഇടതുപക്ഷത്തിനും സാധിക്കില്ല. അല്ല, അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ രാഷ്ട്രീയമായിട്ട് മാത്രമാണ് അവരോടൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി മാത്രമുള്ള യോജിപ്പോ വിയോജിപ്പോ ആണ് എന്ന് പറഞ്ഞാൽ അതിന് സഫർ ചെയ്യുന്നത് ആരാണ്? ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം എടുത്തു എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന്റെ പേരിലുള്ള വിമർശനം ഏൽക്കാനായിട്ട് അവർക്ക് വയ്യ. അതാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ പകരം അവർ കുരുതി കൊടുക്കുന്നത് ആരെയാണ്? ഇവിടെയുള്ള 600 കുടുംബാംഗങ്ങളെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കുരുതി കൊടുക്കണോ എന്നുള്ളത് സർക്കാരിന്റെ ഒരു തീരുമാനമാണ്. അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ മാത്രമല്ല, അവരുടെ ജൈവികമായിട്ടുള്ള ആവശ്യത്തിന്റെ, അവരുടെ ജീവനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇനി 2, എന്തെങ്കിലും ഒരു ആത്മാർത്ഥത സംസ്ഥാന സർക്കാരിന് ഈ കമ്മീഷനെ നിയമിച്ച കാര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നോക്കൂ, കോടതി വളരെ കൃത്യമായിട്ട് അതും പറയുന്നുണ്ട്. ഈ വസ്തുവിന്റെ ഈടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഈ ജുഡീഷ്യൽ കമ്മീഷനില്ല. ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പേര് പറയുന്നുണ്ടെങ്കിലും അതൊരു ജുഡീഷ്യൽ സംവിധാനമോ ക്വാസി ജുഡീഷ്യൽ സംവിധാനമോ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ കമ്മീഷന് സർക്കാർ തീർപ്പാക്കി കൊടുത്തിരിക്കുന്ന ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടല്ലോ, ആ ടേംസ് ഓഫ് റെഫറൻസിൽ ഏതെങ്കിലും ഒരു വസ്തു വഖഫ് ആണോ അല്ലയോ എന്ന് തീർപ്പ് കൽപ്പിക്കാനായിട്ടുള്ള അധികാരം ഈ കമ്മീഷനില്ല. ഇനി അഥവാ അങ്ങനെ ടേംസ് ഓഫ് റെഫറൻസിൽ അവർക്ക് അതിനുള്ള റൈറ്റ് കൊടുത്താൽ പോലും അത് നടപ്പാക്കണമെന്ന് പറയാനുള്ള അധികാരം കമ്മീഷനില്ല എന്നുള്ളത് നിയമപരമായിട്ട് കോടതി പറയുകയാണ്. അപ്പോൾ റിപ്പോർട്ട് നടപ്പാക്കാനായിട്ട് എന്തെങ്കിലും ശുപാർശ അവിടെ കൊടുക്കുകയാണ് എങ്കിൽ ആ ശുപാർശ നടപ്പാക്കണം എന്ന് പറയാനായിട്ടുള്ള അധികാരം പോലും ഈ കമ്മീഷനില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ആ റിപ്പോർട്ട് നടപ്പാക്കിക്കൊള്ളണം എന്ന രീതിയിലേക്കുള്ള ഒരു ബാധ്യതയും സംസ്ഥാന സർക്കാരിനില്ല. എന്ന് വെച്ചാൽ ഈ മുനമ്പത്തെ പ്രശ്നം ഇങ്ങനെ വരുന്ന കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അവിടെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി കൊണ്ടുവരട്ടെ, ഞങ്ങൾക്ക് ഈ തലവേദന ഒഴിയാം എന്ന രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾ ഇവിടെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണിത്. വൈകാതെ തന്നെ കേന്ദ്ര ഭേദഗതി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം അത് അതിവേഗം മുന്നോട്ട് പോവുകയാണല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഭേദഗതി വന്നാൽ മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയുമോ പൂർണ്ണമായിട്ടും? ഞാൻ ആ JPC റിപ്പോർട്ട് പറഞ്ഞപ്പോൾ തന്നെ ബില്ലിലെ വ്യവസ്ഥകളും വായിച്ചു നോക്കുമ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും സംശയം വരും. കാരണം ഇതിൽ ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഒരു പരിഹാരം മുനമ്പം ജനതയ്ക്ക് കിട്ടുക എന്നുള്ളതിൽ. അല്ല, അതില് പിന്നെ ഈ JPCയുടെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ഒരു തീരുമാനമുണ്ട്. JPC അതിൽ പറയുന്ന ഒരു കാര്യം, ഈ വഖഫ് ബൈ യൂസർ ഉൾപ്പെടെയുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിൽ മുൻപുള്ള, അതായത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ മുമ്പുള്ള വഖഫ് പ്രോപ്പർട്ടികളിലേക്ക് ഇത് ബാധകമാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് 2 എക്സംഷൻ ഉണ്ട്. ആ 2 എക്സംഷനിൽ ഒന്ന് സർക്കാർ ഭൂമിയാണ് എങ്കിൽ അതിന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടാകാം എന്നാണ്. രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു ലീഗലായിട്ടുള്ള തർക്കമുണ്ട് എങ്കിൽ അതിലും ഇതിനൊരു എക്സംഷൻ കിട്ടാം എന്നാണ് പറയുന്നത്. ഇത് JPCയിൽ ഉണ്ടായിരുന്ന നിർദ്ദേശമാണ്. അത് ജഗദാംബിക പാൽ തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഈ 2 കണ്ടീഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ മുനമ്പവുമായി ബന്ധപ്പെട്ട് ലീഗലായിട്ടുള്ള ഡിസ്പ്യൂട്ട് ഉണ്ട്, കാലങ്ങളായിട്ടുള്ള ഡിസ്പ്യൂട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പുതുക്കി വരുന്ന വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തുള്ള ആൾക്കാർക്ക് റിലീഫ് നൽകേണ്ടതാണ്. മാത്രമല്ല ഈ ട്രിബ്യൂണലിൽ ഒതുങ്ങുകയുമില്ല. ട്രിബ്യൂണലിൽ നിന്ന് എതിർ വിധിയാണ് ഉണ്ടാകുന്നത് എങ്കിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയും.
നിശ്ചയമായിട്ടും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള കോടതികൾക്ക് കൂടുതൽ എംപവേർഡ് ആകുന്ന രീതിയിലത്തേക്ക് ഏകപക്ഷീയമായിട്ടുള്ള തീർപ്പ് ഈ വിഷയങ്ങളിൽ ഉണ്ടാകരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് വരുന്നത്. ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ ആൾക്കാർ ഒരു വാദത്തിന് ചോദിക്കും, വഖഫ് ട്രിബ്യൂണൽ പോലെ മറ്റെന്തെല്ലാം ഫീൽഡുകളിൽ ട്രിബ്യൂണലുകളുണ്ട്, ഇപ്പം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉണ്ടല്ലോ, മറ്റുള്ള സംവിധാനങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അവർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ മതം അറിയാവുന്ന മതപണ്ഡിതനായിട്ടുള്ള ഒരാളിന്റെ ഇൻവോൾവ്മെന്റ് കൂടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ള ട്രിബ്യൂണലുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പോലെ അല്ല വഖഫ് ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിയമമാണ്. ആ നിയമത്തിനെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സിവിൽ കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് വന്നാൽ അത് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ചയുടെ അവസാനം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ മുസ്തഫ പറഞ്ഞ കാര്യം, ശ്രീജിത്ത് പണിക്കർ മുസ്തഫ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നിലവിലെ വഖഫ് ഭൂമികൾ തട്ടിയെടുക്കുവാൻ പോലും അങ്ങനെ ഒരു രീതിയിലേക്ക് വരും, അതിന്റെ ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണല്ലോ ഇവർ എതിർക്കുന്നത് ആ സംശയത്തിൽ. അല്ല, രണ്ട് കാര്യം. ഒന്ന്, തർക്കമില്ലാത്ത ഭൂമിയിലേക്ക് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടാവില്ല. ജനറലി ഈ നിയമത്തിന് പ്രോസ്പെക്റ്റീവ് എഫക്ട് മാത്രമാണ് എന്ന് JPCയിൽ തന്നെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളിൽ മാത്രം നിലവിൽ തർക്കമുള്ള വിഷയങ്ങൾ വീണ്ടും പരിഗണിക്കാമെന്നുള്ളതും സർക്കാർ ഭൂമിയാണ് എങ്കിൽ അത് സർക്കാരിന് അതിൽ അവകാശമുണ്ട് എന്നതും മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വഖഫിന്റെ പ്രോപ്പർട്ടി വഖഫായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന തർക്കരഹിതമായിട്ടുള്ള ഭൂമികളെല്ലാം തന്നെ വഖഫായി തുടരുമെന്നും അതിലേക്ക് ആരും തന്നെ അവകാശം ഉന്നയിച്ച് വരികയില്ല എന്നും ഈ നിയമം ഉണ്ടായതിനു ശേഷം പിന്നീട് അങ്ങനെ വരുന്ന ഡിസ്പ്യൂട്ടുകളൊന്നും തന്നെ പരിഗണിക്കപ്പെടില്ല എന്നുമാണ്. പുതുതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ, പുതുതായിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വഖഫ് ബൈ യൂസർ പോലെ നിരോധിക്കപ്പെട്ട കാര്യങ്ങളോ അതല്ല എങ്കിൽ ഇല്ലാത്ത അവകാശത്തിന്റെ പേരിൽ മറ്റാരുടെയെങ്കിലും പ്രോപ്പർട്ടിയിലേക്ക് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുന്ന രീതിയോ ഉണ്ടായാൽ ആ സമയത്ത് മാത്രമേ അതൊരു ലീഗൽ ഡിസ്പ്യൂട്ടായിട്ട് പോവുകയുള്ളൂ. പക്ഷെ അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന ഇതുവരെ തർക്കമില്ലാത്ത ഭൂമികളിൽ ഒന്നും തന്നെ ഇത് റെട്രോസ്പെക്റ്റീവായിട്ട് ബാധിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു വാദം അവിടെ തന്നെ പൊളിയുകയാണ്. പിന്നെ ഇത് ആരാണ് ഭൂമി കവർന്നെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപ്രകാരം പണം കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ആൾക്കാർ, അവിടെ ടാക്സ് കൊടുത്തിരുന്ന ആൾക്കാരുടെ ഭൂമി പോലും ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വഖഫ് ബൈ യൂസർ പോലെയുള്ള വളരെ കാടൻ നടപടി, വളരെ കിരാതമായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസ്യൂതം നിർബാധം മറ്റുള്ള ആൾക്കാരുടെ സ്വത്ത് കയ്യേറുന്ന രീതിയിലത്തേക്കുള്ള ഒരു എംപവർമെന്റ് ഒരു ബോഡിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സെക്യുലറിസത്തിന് ചേരുന്നതല്ല, ജനാധിപത്യത്തിന് ചേരുന്നതല്ല, നിയമവാഴ്ചയുള്ള ഒരു സ്ഥലത്തിന് തീരെ ചേരുന്നതല്ല. ഡോക്ടർ ബി ജയരാജിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ ബി ജയരാജ്, എന്തായാലും സർക്കാർ ഒരു നിലപാടുമായിട്ട് വന്നു, മുനമ്പം ജനതയ്ക്ക് ഒപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഹൈക്കോടതി അത് റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുമെന്നാണ് ഇന്ന് നിയമമന്ത്രി P. രാജീവ് പറഞ്ഞത്. ശരി, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ ഒരു പൊതുവായുള്ള ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കേന്ദ്ര നിയമത്തിലെ ആ ഭേദഗതി വരികയാണ്. അത് വന്നു കഴിഞ്ഞാൽ മുനമ്പം ജനതയ്ക്ക് ആശ്വാസമാകുമെന്നാണ്. ഇന്ന് മുനമ്പത്ത് സമരം ചെയ്യുന്നവർ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട് അവിടെ. അവർക്ക് ഇക്കാര്യത്തിൽ ഒരു ഏകാഭിപ്രായമാണ് ഉള്ളത്. അതായത് ഇനി ഒരു രക്ഷ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, കേന്ദ്ര ഭേദഗതി വരിക എന്നുള്ളതാണെന്ന്. അതല്ലാതെ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂ, എന്ത് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയും? സംസ്ഥാന സർക്കാരിന് ചെയ്യുന്നതിനേക്കാളും പുറമെ ഇതൊരു കേന്ദ്ര നിയമം വരികയാണെങ്കിൽ ഗ്രേറ്റർ കോമൺ ഗുഡ്സ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഈ 600 പേർക്കുണ്ടാകുന്ന നേട്ടത്തിനേക്കാൾ കൂടുതൽ 6 ലക്ഷം പേർക്കോ അല്ലെങ്കിൽ 6 കോടിയധികം ആളുകൾക്കോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ നിയമം കൊണ്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ രണ്ടാമത്, ഇന്നത്തെ വിധി പറഞ്ഞതിനകത്ത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ഇത് സർക്കാർ യാന്ത്രികമായി പ്രവർത്തിച്ചു. രണ്ടാമത്തെ സാധനം, ഇത് ലാൻഡ് ഓണർഷിപ്പ് ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം സൂചിപ്പിച്ചില്ല. പബ്ലിക് പ്രൊട്ടസ്റ്റുകളൊന്നും ഓർഡറിനകത്ത് എടുത്തു കാണിച്ചില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഈ പബ്ലിക് പ്രൊട്ടസ്റ്റുകൾ സാധാരണഗതിയിൽ ഹൈക്കോടതി ജഡ്ജിമാർ ജുഡീഷ്യൽ ആക്ടിവിസത്തിനെ കുറിച്ചൊക്കെ എല്ലാ ബഹുമാനത്തോടു കൂടിയും പറയട്ടെ, വിധി ഞാൻ മാനിക്കുന്നു, കോടതിയെ ഞാൻ മാനിക്കുന്നു. അതിനോടൊപ്പം തന്നെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് സ്വന്തമായിട്ട് ആക്ഷൻ എടുക്കുന്ന ജുഡീഷ്യൽ ആക്ടിവിസ്റ്റുള്ള കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയധികം പബ്ലിക് പ്രൊട്ടസ്റ്റ് നടന്നിട്ട് അത് കണ്ടില്ല എന്ന് നടിച്ചൊരു വിധി പറയാനായിട്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളത് നമ്മളെ കൂടി പലപ്പോഴും സംശയാലുക്കളാക്കുന്ന രീതിയിലുള്ളൊരു വിധിയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എന്തായാലും ഈ സർവേ നമ്പർ 18/1 പഴയ വടക്കേക്കര വില്ലേജിന്റെ ഭാഗമായിട്ടുള്ള ഈ മുനമ്പം പ്രോപ്പർട്ടിയിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല, സമസ്യകളല്ല ഇതുള്ളത്. 1950 സിദ്ദിഖ് സേട്ട് ഇവർക്ക് കൊടുക്കുന്നത്, ആർക്ക്, നമ്മുടെ വഖഫിന് ഇത് കൊടുക്കുന്ന, വഖഫ് സിദ്ദിഖ് സേട്ടിന് കൊടുക്കുന്ന, സിദ്ദിഖ് സേട്ട് വഖഫിന് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി
ആണ് കൊടുത്തത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഫറൂഖ് കോളേജിന് കൈമാറുന്നത്. എന്നാൽ ഫറൂഖ് കോളേജുകാർ എന്ത് ചെയ്തു? എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉപയോഗിക്കാതെ ഇത് പല വ്യക്തികളുടെ നിന്നും പണം വാങ്ങിയതിന് ശേഷം അവർക്ക് ലാൻഡ് ഓണർഷിപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അത് നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ഈ വഖഫിന്റെ ആള് തന്നെ വഖഫിന്റെ ആളാണെന്ന് തോന്നുന്നു. വഖഫിന് വേണ്ടി കോടതിയിൽ പോയ ആളാണെന്ന് തോന്നുന്നു. ഞാൻ ചർച്ചയുടെ തുടക്കം കണ്ടില്ല. സമസ്തയുടെ മുസ്തഫയാണ്. മുസ്തഫ ഇക്കാര്യത്തിൽ വഖഫ് ഭൂമിയാണ് എന്ന കാര്യത്തിൽ ആ നിലപാടെടുക്കുന്നയാളാണ്. വഖഫ് ഭൂമിയാണ് എന്ന നിലപാടെടുക്കുന്നയാളാണ് സംസാരിച്ചത്. ശരി ജയരാജ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ കുടിയൊഴിപ്പിക്കുന്ന ജനത, ഒരു 600ഓളം കുടുംബങ്ങൾ, നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവിടെ താമസിക്കുന്നുണ്ടെന്നൊക്കെ വളരെ ഈ പുണ്യമായ റംസാൻ മാസത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന കേട്ടോ. വളരെ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പത്തറ്റിക്കലായിട്ടൊരു സിറ്റുവേഷൻ പറയാം. ഈ വഖഫ് എന്ന് പറയുന്ന സാധനം റിലീജിയസ് പയസ് പർപ്പസിനും ചാരിറ്റി പർപ്പസിനും യൂസ് ചെയ്യാന്നാണല്ലോ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ചാരിറ്റി ആയിട്ട് വഖഫ് ബോർഡിന് ഇവിടെ താമസിക്കുന്ന ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് അല്ലെ പണം വാങ്ങി കൊടുത്തവർക്ക് ഇത് ചാരിറ്റി എന്നുള്ള ഒരു ആക്ട് എന്നുള്ള രീതിയിൽ ഒരു വിശാല മനസ്കത കാണിച്ചുകൂടാ? അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം വേറൊന്ന്. പിന്നെ രണ്ടാമത്, സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അത് ആരുടെയും കണ്ണിൽ പൊടിയിടാനോ അവരുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കാനോ ഒന്നുമല്ല. അത്രയെങ്കിലും അത് മാത്രമേ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റൂ. ഇന്നത്തെ വിധിന്യായത്തിലും എടുത്തു പറയുന്നത് സർക്കാരിന് തിരിച്ചടി ആയി എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ തിരിച്ചടികളുടെ കാര്യത്തിൽ പറയുന്നത് പബ്ലിക് പ്രൊട്ടസ്റ്റുകൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയില്ല. 2 വളരെ മെക്കാനിക്കലായിട്ട് ആക്ട് ചെയ്തു. ഈ 2 പോയിന്റാണ് ഏറ്റവും പ്രധാനമായിട്ട്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുമാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ചോദിച്ചിട്ടില്ല. അല്ല, ഇതൊരു ട്രിബ്യൂണലിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അത് മാത്രമല്ല, ഇങ്ങനൊരു കമ്മീഷനെ നിയമിച്ച് ഫാക്ട് ഫൈൻഡിങ് എന്നുള്ളതാണല്ലോ, വസ്തുതാപരമായിട്ട് അന്വേഷണം നടത്തുക. അങ്ങനെ ചെയ്തിട്ടും എന്ത് പ്രയോജനം എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. അതൊരു ശുപാർശയായിട്ട് പോലും സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ വന്നാൽ സംസ്ഥാന സർക്കാരിനൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നാണ്. അതാണ് മുനമ്പൻ ജനതയും ആദ്യം ചോദിച്ചത്. ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നുവല്ലോ ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന്. എങ്കിലും അവർ സഹകരിച്ചു വരികയായിരുന്നു. ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഹൈക്കോടതിയിലേക്ക് ഈ ഹർജി പോയ സമയത്ത് തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം തന്നെ ഇപ്പോൾ ചോദിക്കുകയാണ്, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചോദിക്കുകയാണ്, ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് സംസ്ഥാന സർക്കാരാണല്ലോ എന്ന്. അപ്പോൾ എന്തിനെന്നെ നിയമിച്ചു എന്ന രീതിയിലാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ ചോദ്യം വരുന്നത്. ഫാദർ ജോഷി മയ്യാറ്റിൽ, ഇതെന്തായാലും ജുഡീഷ്യൽ കമ്മീഷന്റെ കാര്യം വിടാം, അതെന്തായാലും അസാധുവായി മാറിയിരിക്കുകയാണ്. ഇനി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുമ്പോൾ ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കട്ടെ സ്റ്റേ നൽകണോ എന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ ശ്രീ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞ കാര്യമുണ്ട്. ഇത് അതുപോലെ തന്നെ ഡോക്ടർ B ജയരാജും പറഞ്ഞു, ഈ കേന്ദ്രം കൊണ്ടുവരുന്ന നിയമ ഭേദഗതി അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അത് ഏതാനും പേർക്ക് ഗുണം കിട്ടുന്ന ഒന്നായി മാറുന്ന അതേ സമയത്ത് തന്നെ ലക്ഷോപലക്ഷം ആളുകൾക്ക് ദോഷമായി ഭവിക്കുമെന്ന്. അങ്ങനെയാണോ? ഒരിക്കലുമില്ല. ഇതാണ് ഒരു ആടിനെ പട്ടിയാക്കുക എന്ന മലയാളത്തിൽ നമുക്കൊരു പ്രയോഗമുണ്ടല്ലോ. ആടിനെ പട്ടിയാക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ ഈ പറഞ്ഞ ശൈലിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. സത്യത്തിൽ ഇത് ഈ 600 പേരുടെ പ്രശ്നമാണ്. മഞ്ജുഷിന് എന്ത് തോന്നുന്നു? ഈ നിയമം, വഖഫ് നിയമത്തിൽ ഉള്ള ക്ലോസുകൾ ഈ മുനമ്പത്തെ ജനത്തെ ഈ ഗതികേടിലാക്കിയിരിക്കുന്നു. അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുകയാണ്. ഇതുപോലെ ഇന്ത്യയിലെ എത്രയോ കോടിക്കണക്കിന് മനുഷ്യരെ ഈ വഖഫ് ബോർഡ് എന്ന ഒരു സംഗതിക്ക് ഒരു നിയമത്തിലൂടെ ലഭിച്ചിരിക്കുന്ന വലിയ അൺകോൺസ്റ്റിറ്റ്യൂഷണലായ, ആന്റി സെക്യുലറിസ്റ്റായ, ആന്റി ഡെമോക്രാറ്റിക് ആയ എത്രയോ വലിയ പവേഴ്സ് ആണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഘത്തിന് ഈ നിയമം നൽകിയിരിക്കുന്നത്. ഈ നിയമത്തിലൂടെ ഇതിലെ ഓരോ ക്ലോസുകളിലൂടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ടൈം ലിമിറ്റ് ഒക്കെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. പിന്നെ മുന്നോട്ട് പോകാനായിട്ട് സിവിൽ കോടതിയിൽ പറ്റില്ല. ഒരു മത പണ്ഡിതനുള്ള, നേരത്തെ രഞ്ജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ ഒരു മതപണ്ഡിതനുള്ള ഒരു ഗ്രൂപ്പ്, ഒരു കോടതി. നോക്കൂ, ഇങ്ങനെ ഓരോ കാര്യവും ഓരോ ക്ലോസ് എടുത്ത് പഠിക്കുമ്പോഴും ഇത് ഗൗരവമായിട്ട് മുനമ്പൻ ജനത പഠിച്ചതാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമുള്ള പൗരന്മാർ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രശ്നങ്ങൾ ഓരോന്നും ഇപ്പോ ശ്രദ്ധിച്ചായിരുന്നോ മഞ്ജുഷ? ശ്രദ്ധിച്ചായിരുന്നോ? അതായത് ശ്രീ മുസ്തഫയും ശ്രീ ജയരാജും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിലവിലുള്ള നിയമങ്ങൾ വെച്ച് ഇത്രയേ പറ്റൂ എന്ന് വളരെ വ്യക്തമായ ഒരു കുറ്റസമ്മതം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. നിലവിലുള്ള നിയമങ്ങൾ വെച്ച് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനത്തെ, പൗരന്മാരെ ഭരണഘടനാ വിരുദ്ധമായും സെക്കുലർ വിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും ദ്രോഹിക്കാനേ നിലവിലുള്ള വഖഫ് ആക്ട് 1995 കൊണ്ട് സാധിക്കുകയുള്ളൂ. മുനമ്പം ജനതയുടെ ഈ സമരത്തിന്റെയും ഗതി ഒറ്റ രീതിയിലേക്ക് തന്നെ മാറ്റേണ്ടി വരില്ലേ? ഇനി സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നാകുമ്പോൾ കേന്ദ്ര നിയമമേ രക്ഷയുള്ളൂ എന്ന് ആ രീതിയിലേക്ക് ഫോക്കസ് മാറിയിട്ടുണ്ടോ? അതോ ഇനിയും സംസ്ഥാന സർക്കാരിൽ വിശ്വാസം അർപ്പിക്കുകയാണോ? എന്തായാലും കോടതി പ്രൊസീഡിംഗ്സിൽ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാൻ വഴിയില്ല. കാരണം ട്രൈബ്യൂണലിന് അപ്പുറം പോകാൻ സാധിക്കുകയില്ലല്ലോ. അതോ ട്രൈബ്യൂണലിൽ വിശ്വാസം അർപ്പിക്കുകയാണോ? നോക്കൂ, ഞങ്ങള് തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ട്രൈബ്യൂണൽ ആയാലും നിലവിലുള്ള വഖഫ് നിയമം കൊണ്ടുള്ള ട്രൈബ്യൂണൽ അല്ലേ. ഈ ട്രൈബ്യൂണലിനെ ഒരു സെക്കുലർ ട്രൈബ്യൂണലായി കാണാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഇതുവരെ മുനമ്പത്തെ ഈ വഖഫ് ഈ ഭൂസംരക്ഷണ സമിതി ഇതുവരെ കക്ഷി ചേർന്നില്ലല്ലോ. ഈ ഇടക്കാണല്ലോ കക്ഷി ചേർന്നത്. കാരണം എന്താ? അവർക്ക്, അതായത് ഇന്ത്യയിലെ പൗരന്മാർക്ക് നീതി കിട്ടും എന്ന വിശ്വാസം ഈ ട്രൈബ്യൂണലിൽ ഇല്ല എന്നാണ്. അപ്പോ ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുമ്പോൾ പോലും നിലവിലുള്ള വഖഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ട്രൈബ്യൂണലാണത്. അതുകൊണ്ട് തുടക്കം മുതലേ തന്നെ ഇക്കാര്യം വ്യക്തമാണ്. നിയമമാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ടാണ് ഇവിടെ UDF എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചത് തുടക്കം മുതൽ. അതായത് മുനമ്പം വിഷയത്തിനും വഖഫ് ഭേദഗതി ബില്ലിനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ശ്രീ VD സതീശനാകട്ടെ, ശ്രീ കുഞ്ഞാലിക്കുട്ടിയാകട്ടെ, ശ്രീ മുഹമ്മദ് ഷാ ആകട്ടെ, അതുപോലെ തന്നെ നിയമസഭ, നമ്മുടെ നിയമസഭയിൽ ഇടതും വലത്തും ഒന്നിച്ചാകട്ടെ പറഞ്ഞു വെച്ചത് അങ്ങനെയാണ്. നോക്കൂ, പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നുണ്ട്. നോക്കൂ, ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ഞാൻ ഈ വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് ആദ്യത്തെ ലേഖനം ദീപികയിൽ എഴുതിയത്. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. 12-ാം തീയതി ഞാൻ എഴുതിയ ലേഖനത്തിന്റെ ടൈറ്റിൽ ഒന്ന് വായിച്ചു നോക്കുക. അനിവാര്യമായ വഖഫ് ഭേദഗതി എന്നാണ്. അനിവാര്യം. അപ്പൊ ഇത് മുനമ്പം ജനതയുടെ മാത്രമല്ല, നിയമബോധമുള്ള ഇന്ത്യൻ പൗരന്മാരുടെ വ്യക്തമായ കാഴ്ചപ്പാടാണ്. ആരൊക്കെ അതിനെ തള്ളിപ്പറയുന്നുവോ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണവർ, ആടിനെ പട്ടിയാക്കുകയാണ്. ഇതാണ് എനിക്ക് പറയാൻ. അത് ശ്രീജിത്ത് പറഞ്ഞ ഒരു കാര്യത്തോട് താങ്കൾ യോജിക്കുകയാണല്ലോ അല്ലേ? ഈ പുതിയ നിയമ ഭേദഗതി വരുമ്പോൾ മുനമ്പവും അതിൽ ഉൾപ്പെടും, റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വരും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നോക്കൂ, ശ്രീജിത്ത് പറഞ്ഞതില് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ഡയറക്റ്റായി മുനമ്പം ജനതയ്ക്ക്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒത്തിരി പേർക്ക് ഒരു സൊല്യൂഷനായിട്ട് മാറുന്ന ക്ലോസ് ആണ് സെക്ഷൻ 2. JPC ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന, പുതുതായി ചേർത്തിരിക്കുന്ന ഒരു അമെന്റ്മെന്റ്, ആ സെക്ഷൻ 2-ൽ ചേർക്കുന്ന അമെന്റ്മെന്റ് ഡയറക്റ്റായി മുനമ്പം ജനതയ്ക്ക് പൂർണ്ണമായ ഒരു മോചനം ഈ വഖഫ് അധിനിവേശത്തിൽ നിന്ന് നൽകുന്ന ഒന്നു തന്നെയാണ്. അത് എഴുതി വെച്ചവർക്ക് അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കൃത്യമായി അതിൽ പറയുന്നത് എന്താണ്? വഖഫ് ആക്ടിന് കീഴിൽ വരാത്തത് ഏതൊക്കെ, അല്ലെങ്കിൽ വഖഫ് ബോർഡിന് കീഴിൽ വരാത്തത് ഏതൊക്കെ എക്സെപ്ഷൻസ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, നേരത്തെ തന്നെ എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ള അജ്മീറിലെ ദർഗയാണ്. 2, ആ 2-ലാണ് ഇപ്പോൾ രണ്ടാമത്തേത് പുതുതായി കൂട്ടിച്ചേർക്കുന്നത്. എന്താണ് 2-ൽ പറയുന്നത്? അവിടെ കൃത്യമായി പറയുകയാണ്, നിലവിലുള്ള രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ട്രസ്റ്റായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകളിലോ ഉള്ള, ഉദാഹരണത്തിന് സൊസൈറ്റി, അപ്പോൾ ട്രസ്റ്റോ സൊസൈറ്റിയോ അങ്ങനെയുള്ള സംഗതികളിലേക്ക് ഒരു മുസ്ലിം, ഉദാഹരണത്തിന് ഫറൂഖ് കോളേജ് ഒരു സൊസൈറ്റിയാണ്. ഫാറൂഖ് കോളേജ് എന്ന സൊസൈറ്റിയിലേക്ക് സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ഒരു മുസ്ലിം തന്റെ വസ്തുക്കൾ നൽകിയിരിക്കുന്നു. അതിന് വഖഫ് സമാനത ഉണ്ടെങ്കിൽ പോലും, അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്, വഖഫ് സമാനത ഉണ്ടെങ്കിൽ പോലും ആ വസ്തു വഖഫ് ബോർഡിന് കീഴിൽ വരികയില്ല. മറിച്ച് ആ
സൊസൈറ്റി അല്ലെങ്കിൽ ആ ട്രസ്റ്റ് അതിന്റെ റൂളുകൾ അനുസരിച്ച് ആയിരിക്കും മുന്നോട്ട് പോവുക. അത് ഈ നിയമ ഭേദഗതി നിലവിൽ വരുന്നതിന് മുൻപുള്ള ഒരു ട്രസ്റ്റ് ആയാലും അല്ലെങ്കിൽ സൊസൈറ്റി ആയാലും ഇതിന് പിൻപുള്ള ഒരു ട്രസ്റ്റ് ആയാലും സൊസൈറ്റി ആയാലും എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിലാണ് പ്രധാനപ്പെട്ട പ്രതീക്ഷയുള്ളത് അല്ലേ? ശരി, ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇതൊക്കെ പൂർണ്ണമായിട്ടും മുനമ്പം ജനത മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എവിടെയാണ് അവർക്കൊരു അത്താണി ഉള്ളത് എന്ന്. അതുപോലെ തന്നെയാണ് ഈ വഖഫ് ഇതേ അവസ്ഥ നേരിടുന്ന പല പ്രദേശങ്ങളുമുണ്ടല്ലോ രാജ്യത്താകമാനം. അപ്പോൾ ഇവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു വഖഫ് ഭേദഗതി നിയമം കൊണ്ടേ ഇതിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ കൈയടിക്കേണ്ട, പക്ഷേ കേന്ദ്രം ആ നിയമം കൊണ്ടുവന്നിരിക്കും. അപ്പോൾ അത് നിലവിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുനമ്പത്തെ ഈ വഖഫ് വിഷയവും അതിലേക്ക് വരും, പരിഹരിക്കപ്പെടും. അതല്ലാതെ ഈ പറയുന്ന ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷം ഇവിടെ പറയുന്നുണ്ടായിരുന്നു 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. സംസ്ഥാന സർക്കാരും പറഞ്ഞു അത് കൂടിയാലോചനകളുടെ ടേബിളിലേക്ക് വരും, ഞങ്ങൾക്ക് ശുപാർശകൾ കിട്ടട്ടെ എന്ന്. ഇപ്പോഴും ഇന്നും പി രാജീവ് പറഞ്ഞു പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമാണ് എന്ന്. പക്ഷേ ഇതൊക്കെ വെറുതെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ളത് മുനമ്പം ജനതയും മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, നിങ്ങളും പറയുന്നുണ്ട് അവിടെ മുനമ്പത്തെ ജനതയെ കുടിയൊഴിപ്പിക്കരുത്, ഇത് പ്രശ്നം പരിഹരിക്കണമെന്ന്. പക്ഷേ ഒരു പരിഹാരമാർഗം നിങ്ങൾക്കും പറയാനില്ല. അപ്പോൾ ഒറ്റ പരിഹാരമാർഗമേ ഇപ്പോൾ നിലവിലുള്ളൂ, അത് കേന്ദ്രം കൊണ്ടുവരുന്ന നിയമ ഭേദഗതിയാണ്. കേന്ദ്രം കൊണ്ടുവരാൻ പോകുന്ന നിയമ ഭേദഗതി എത്രത്തോളം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എത്ര ഗുണമാകും, എത്രമാത്രം അപകടമാകും എന്നതിനെ കുറിച്ചുകൊണ്ട് രാജ്യത്തെ മതേതര വിശ്വാസികൾക്കൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നിലപാട് എന്താണ്? 450 കൊല്ലക്കാലം ആരാധന നടത്തിയ ബാബരി മസ്ജിദ് ഒരു സുപ്രഭാത ക്ഷേത്രമാക്കി മാറ്റപ്പെട്ടു. ഒരുപാട് പള്ളികൾ, നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള പള്ളികൾ ഇവിടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷ വിഭാഗം വളരെയേറെ കലുഷിതമായ ആശങ്കാകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതിന്റെ ബാക്കി പത്രം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്ന പാർലമെന്റിലെ വഖഫ് ബില്ല് വരാൻ പോകുന്നത്. അത് ഇത്രത്തോളം അപകടമാണ് എന്നതിനെ കുറിച്ചുള്ള ബോധം ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും ഒക്കെ വളരെ കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അതിനെതിരെ ശക്തമായ പ്രതികരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ബില്ല് സർക്കാർ വന്നേക്കാം, വന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷെ ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, മതേതര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ആ ബില്ല് നടപ്പിലാകുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ മതേതരത്വത്തിന്റെ മരണമണിയാണ് വരാൻ പോകുന്നത്. കാരണം നൂറ്റാണ്ടുകളായി ഇവിടെ ഈ ഉപയോഗപ്പെടുത്തിയിരുന്ന മുസ്ലിങ്ങളുടെ വഖഫുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, അതും നൂറ്റാണ്ടിന്റെ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള സ്ഥാപനങ്ങളിൽ വരെ കൈവെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ക്ലോസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ബില്ല് വരാൻ പോകുന്നത്. ഒരു പക്ഷേ ആ ബില്ല് നടപ്പിലാക്കപ്പെടുന്ന സാഹചര്യം വരുന്നത് ഒരുപക്ഷെ മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം ആ നിയമത്തിന്റെ പരിരക്ഷ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പിൻബലത്തിൽ അത് പിടിച്ചെടുക്കപ്പെട്ടുകൂടായില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ അതിനെ നിഷേധിച്ചിട്ട് കാര്യമല്ല. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്. അതായത് മുനമ്പം ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ ഇത് മാത്രമല്ല, മുനമ്പത്തെ വിഷയം മാത്രം പരിഹരിച്ചാൽ കഴിയില്ല. വേറെയും ഒരുപാട് വഖഫ് ഭൂമികളുടെ പേരിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പലതരത്തിലുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുനമ്പത്തെ വഖഫ് ഭൂമിയാണ് എന്ന് എല്ലാവിധ ഡോക്യുമെന്റും ഉള്ള ഒരു ഭൂമിയിലാണല്ലോ ഈ അവകാശവാദം ഉന്നയിക്കപ്പെടുന്നത്. പക്ഷെ അതേ സമയത്ത് ഞാൻ നേരത്തെ ഞാൻ ആവർത്തിക്കുകയാണ്, അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അർഹതപ്പെട്ട ആളുകൾ അവർ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. കാരണം അവർ നിരപരാധികളാണ്, പൂർണ്ണമായും നിരപരാധികളാണ്. പക്ഷെ അതെങ്ങനെയെന്നുള്ള ചോദ്യമുണ്ടല്ലോ. അത് വെറുതെ എന്ന് പറഞ്ഞാൽ പോരല്ലോ. എങ്ങനെ സംരക്ഷിക്കപ്പെടും? ആര് വിചാരിച്ച് സംരക്ഷിക്കപ്പെടും? വഖഫ് ബോർഡ് പറയുമോ അവരവിടെ താമസിച്ചോട്ടെ എന്ന്? വഖഫ് ബോർഡ് ഈ ഭൂമി വിട്ടുകൊടുക്കുവോ അവർക്ക്? വെറുതെ വായിത്തോന്ന് പറയാൻ കഴിയും അവരവിടെ താമസിച്ചോട്ടെ എന്ന്. പക്ഷെ അവർക്ക് ടാക്സ് അടയ്ക്കാൻ പോലും പറ്റാതെ അവരവിടെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അല്ല, അവിടെ സംബന്ധിച്ച രണ്ട് യാഥാർത്ഥ്യം. ആദ്യം ഞാൻ പറഞ്ഞ രണ്ട് യാഥാർത്ഥ്യം. ഒന്നാണ് വഖഫ് ഭൂമിയാണെന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് രേഖകൾ അങ്ങനെയാ പറയുന്നത്. രണ്ട്, അവിടെ പാവപ്പെട്ട ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ട് അവിടെ കുടിയേറി താമസിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അല്ല, നിലവിലെ വഖഫ് നിയമം അനുസരിച്ച് ഇതെല്ലാം പരിശോധിച്ചുവല്ലോ. നിലവിലെ വഖഫ് നിയമം അനുസരിച്ച് ഇതെല്ലാം പരിശോധിച്ചുവല്ലോ. ഇനി ആ ഭേദഗതി വരട്ടെ, അപ്പോൾ ആ പരിശോധന ഒന്നുകൂടി നടക്കട്ടെ, അപ്പോൾ അറിയാമല്ലോ. ഇനി അങ്ങനെയാണ് വഖഫ് ബോർഡ് അത് കണ്ടെത്തി, പിന്നെ അത് ട്രിബ്യൂണലിൽ പോയി, ട്രിബ്യൂണലിനെ അത് ചോദ്യം ചെയ്യട്ടെ, അത് കോടതികളിലേക്ക് വരട്ടെ. എന്നാലാണല്ലോ അവർക്ക് പൂർണ്ണമായിട്ടും, ഇനിയിപ്പോൾ കോടതി എതിർത്ത് വിധിച്ചാൽ അങ്ങനെ ആകട്ടെ,
അങ്ങനെയാണല്ലോ യഥാർത്ഥത്തിൽ അത് നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ള ഒരു അളക്കലാവുകയുള്ളൂ. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം അങ്ങ് എടുക്കുക എന്നുള്ളതാണല്ലോ ഇതുവരെ വന്നിട്ടുള്ളത്. അങ്ങനെ ഏകപക്ഷീയ തീരുമാനമല്ല. ഇതുവരെ ഇവിടുത്തെ വഖഫ് ബോർഡുകളും ട്രൈബ്യൂണലുകളും ഒക്കെ എടുത്തത് അവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഭാഗം തന്നെയാണിതും. അത് നമ്മൾ എന്തുകൊണ്ട് അംഗീകരിക്കപ്പെടുന്നില്ല? ഒരു മുസ്ലിം ഇഷ്യൂ ആകുന്ന സമയത്ത് അതിനൊരു ചാപ്പ അടിച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു താല്പര്യത്തോടു കൂടി വിഷയത്തെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇവിടുത്തെ നീതി ന്യായ വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ് ഈ ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ളവര്. അതുപോലെ തന്നെ ഇവിടുത്തെ വഖഫ് ബോർഡ്, ഇതുപോലെ ട്രിബ്യൂണൽ വേറെ പലതിനുമില്ലേ, അവരൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഫൈനലാകുന്നില്ലേ? അതിവിടെ പാരമ്പര്യമായി നടന്നു വരുന്നതാ. ഇത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ ഈ വഖഫിനുള്ള പരിരക്ഷ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യ ഇന്ത്യയിലും ആ പരീക്ഷ ലഭ്യമാകുന്നുണ്ട്. അതിൽ സുപ്രഭാതത്തിൽ വന്നിട്ട് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണമാണല്ലോ വഖഫ് നിയമം എന്ന് പറയുന്ന. അവരാണ് ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്. ശ്രീജിത് പണിക്കർ, ശ്രീ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞ കാര്യം, ഇത് ഒരു മുസ്ലിം വിഷയമായതുകൊണ്ട് അവിടെ നിയമപരിശോധനകൾ നടക്കുന്നില്ല, ഈ ട്രൈബ്യൂണലൊക്കെ ഏകപക്ഷീയമായിട്ട് വിധിക്കുന്നു, അതിന് അടുത്ത ഘട്ടത്തിലേക്ക് നിയമ പോരാട്ടത്തിന് പോകാൻ കഴിയുകയില്ല എന്നൊക്കെ വിധി കൽപ്പിക്കുകയാണ് എന്നാണ്. അല്ല, വിധി കൽപ്പിക്കുകയല്ല. ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് ആ നിയമം എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് ഏതൊരു ബില്ലിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തന്നെ ആവർത്തിച്ച് വളരെ കൃത്യമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള ക്വറികളാണ്, ഏതൊക്കെ തരത്തിലുള്ള പരാതികളാണ് കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി കേന്ദ്ര സർക്കാർ പറയുന്നത് വ്യാജമായിട്ടാണ് എന്ന് കരുതിക്കോളൂ, വെറുതെ ഒരു വാദത്തിന് വേണ്ടി. എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ വഖഫ് പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതുമൂലം ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ന്യൂസ് റിപ്പോർട്ടുകൾ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള മീഡിയ ഹൗസസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ഇതര സമുദായങ്ങളിൽ പെടുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇതിനെപ്പറ്റി വളരെ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ്. ഇറ്റ്സ് എ നോൺ ഫാക്ട്. അപ്പൊ അതിൽ നമ്മൾ തർക്കിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. പിന്നെ രണ്ടാമത്തേത്, അദ്ദേഹം ഇവിടെ പറയുന്നതെല്ലാം തന്നെ ഒരു ഇരവാദമാണ്. വീണ്ടും അദ്ദേഹം പറയുന്നത് വളരെ സമഗ്രാധിപത്യം ഒരു കാര്യത്തിൽ എടുത്തതിന് ശേഷം ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട് ഞങ്ങൾ ഈ രീതിയിലൊക്കെ കാണുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫാദർ ഇരിപ്പുണ്ട്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പമുള്ള ഫാദറും അദ്ദേഹവും ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യവും അവിടെ പരിഹരിക്കപ്പെടണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം കിട്ടുന്നതിനല്ല ശ്രീ മുസ്തഫ നമ്മൾ ജനാധിപത്യം മതേതരത്വം എന്ന് പറയുന്നത്. അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്ന മതേതരത്വത്തിന്റെ നിർവചനം തന്നെ തെറ്റാണ്. ഏതെങ്കിലും ഒരു മതത്തിന് മറ്റുള്ള ആൾക്കാർക്ക് ഇല്ലാത്തതും അനിയന്ത്രിതവുമായിട്ടുള്ള സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന സംവിധാനത്തിനാണ് വർഗീയം എന്ന് പറയുന്നത്. അതിനാണ് പ്രീണനം എന്ന് പറയുന്നത്. ഇവിടെ ഇത് ജനാധിപത്യമല്ല, സെക്യുലറിസം അല്ല. അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞിരിക്കുന്ന മതേതരത്വത്തിന്റെ നിർവചനം തന്നെ തെറ്റാണ്. പിന്നെ അങ്ങ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ വസ്തുതാപരമായി തെറ്റാണ്. അവിടെ ആ ഒരു ഇരവാദം മാത്രമാണ്. ബാബറി മസ്ജിദ് ഒക്കെ അദ്ദേഹം പറഞ്ഞു, അതിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരല്ല കോടതിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇരവാദമല്ല നമുക്ക് വേണ്ടത്. ഞാൻ ശ്രീ മുസ്തഫയോട് ചോദിക്കട്ടെ, അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഒരേ സമയം അദ്ദേഹം ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതായത് മുൻപത്തുള്ള ആൾക്കാരുടെ ആ പാവങ്ങളുടെ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടണം, പക്ഷേ അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഡയലോഗാണ് ഓർമ്മ വരുന്നത്. എന്റെ ദൈവമേ, എന്റെ അച്ഛന് നല്ലത് മാത്രമേ വരാവൂ, ദൈവമേ ആ മനുഷ്യനെ ഞാൻ കോടതി കയറ്റും എന്ന് പറഞ്ഞ് ആ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു നിലപാട് എങ്ങനെയാണ് ശ്രീ മുസ്തഫയ്ക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്? ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിഹാര നിർദ്ദേശം എന്താണ്? അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ പറയാൻ കഴിയുമോ? സർക്കാർ പകരം ഭൂമി കൊടുക്കണം എന്നതാണോ അദ്ദേഹത്തിന്റെ പരിഹാര നിർദ്ദേശം? അതോ അവരെ മുൻപത്ത് താമസിച്ചോട്ടെ, പക്ഷെ ആ ഭൂമിയിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള അവകാശമോ ക്രയവിക്രയ അവകാശമോ ഉണ്ടാവുകയില്ല, വാടക തരാതെ അവിടെ കുടിയേറ്റക്കാരായിട്ട് കിടക്കട്ടെ എന്നതാണോ? എന്താണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം? അദ്ദേഹം ഇപ്പോൾ ഈ പരിശുദ്ധ റംസാൻ മാസത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഒന്ന് കേട്ടാൽ കൊള്ളാം. അതിനെപ്പറ്റി അദ്ദേഹം എന്താ പറയാത്തത്? ഈ മറ്റുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തിന് ഒരു വ്യൂ ഉണ്ട്. ഇപ്പൊ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തർക്കമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെയുള്ള പാവപ്പെട്ട ആൾക്കാരുടെ കൺസേൺസ് അഡ്രസ് ചെയ്യപ്പെടണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രീ മുസ്തഫ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്താണ്? ഇതുവരെ നമ്മളാരും കേട്ടിട്ടില്ലാത്ത എന്തെങ്കിലും നിർദ്ദേശമാണോ? അതുകൂടി കേൾക്കണ്ടേ? അപ്പൊ അങ്ങനെയൊന്നും പറയാനുമില്ല. അഥവാ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അല്ലാതെ മറ്റൊന്നില്ല. മുൻപത്തുള്ള ആൾക്കാരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർ പണം കൊടുത്ത് വാങ്ങിയിരിക്കുന്ന, അവർ കരമടച്ചു വന്നിരിക്കുന്ന ഭൂമിയിൽ പൂർണ്ണമായിട്ടുള്ള അവകാശം അവർക്കുണ്ടായിരിക്കണം എന്നതാണ്. നിങ്ങൾക്കൊരു ഭൂമി എന്ന് പറയുന്നത് കേവലം അവിടെ നിങ്ങൾക്ക് അന്തി ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല. നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, ഒരു ആവശ്യമുണ്ടാകുന്ന സമയത്ത് അതിനെ ഈടായി കൊടുത്തിട്ടൊരു വായ്പ എടുക്കുന്നതിനോ അതിനെ ക്രയവിക്രയം ചെയ്യുന്നതിനോ ഒക്കെയുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശാധികാരമുള്ള സമയത്താണ് എന്റെ ഭൂമി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കാകുന്നത്. നിങ്ങൾ സർക്കാരിനോട് മാത്രമേ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയേണ്ടതുള്ളൂ, അല്ലാതെ ഏതെങ്കിലും ഒരു ബോർഡിനോടല്ല.
അങ്ങനെ വരുന്ന ഒരു പ്രശ്നം. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹം ഈ സ്വാതന്ത്ര്യത്തിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഇരവാദമൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ള ഇതര മതവിഭാഗങ്ങൾക്ക്, ക്രിസ്ത്യൻ ചർച്ചിന്റെ ഏതെങ്കിലും ഒരു സഭയ്ക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇതേപോലെയുള്ള അനിയന്ത്രിതമായിട്ടുള്ള അവകാശം ഉണ്ടാവുകയും അവർ ഈ നാട്ടിലുള്ള മറ്റ് മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടിയും മറ്റുമൊക്കെ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ മുസ്തഫ ഇതുപോലെ തന്നെ വന്നിരുന്നിട്ട് അതിനെ ന്യായീകരിക്കുമോ? ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ പള്ളി അവര് ദേവസ്വം ബോർഡ് ഇപ്പൊ ക്ലെയിം ചെയ്തിരിക്കുന്നു, വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ പോലെ ദേവസ്വം ബൈ യൂസർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നു. ശരിയാണ്, അവരുടെ അവകാശമാണ്, പൂർണ്ണമായിട്ട് ദേവസ്വത്തിന്റെ ഭൂമിയാണ് എന്ന് താങ്കൾ പറയുമോ? അപ്പൊ ഇതിനാണ് പറയുന്നത് ഇരവാദം. ഇവിടെ നിങ്ങൾ ഇരയല്ല, ഇവിടെ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ള ആൾക്കാരാണെന്നുള്ളത് മനസ്സിലാക്കണം. അതിൽ ന്യൂനപക്ഷമുണ്ട്, ഭൂരിപക്ഷമുണ്ട്, നിരവധി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൺസേൺ ലെജിറ്റിമേറ്റ് ആണോ അല്ലയോ? ഇപ്പോ ആ പ്രോപ്പർട്ടി എവിടെ കൊടുത്തിരിക്കുന്നു, അതിന്റെ ഈടും അല്ലെങ്കിൽ ചരിത്രം തെരഞ്ഞ് നമ്മൾ അങ്ങോട്ട് ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ദാനം ചെയ്തിരിക്കുന്ന പ്രോപ്പറായിട്ടുള്ള വഖഫ് ഭൂമി ആയിരുന്നോ ഇത് കൊടുക്കുന്ന സമയത്ത് പോലും എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് വഖഫ് ഭൂമി ഉപയോഗിക്കാം എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ഇതിൽ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. എന്നാൽ ലെജിറ്റിമേറ്റ് ആയിട്ട് പണം കൊടുത്തു വാങ്ങി കരമടച്ച് അവിടെ കഴിഞ്ഞിരുന്ന പാവപ്പെട്ട ആൾക്കാർ നാളെ അവിടെ നിന്ന് വിട്ടുപോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഇത് കേവലം 600 പേരുടെ പ്രശ്നം മാത്രമാണോ? 600 കുടുംബങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് 6 കോടി ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് പറഞ്ഞാൽ മറ്റേ 6 കോടി എവിടെ നിന്നാണ് വരുന്നത്? വേറെ എവിടെയെങ്കിലും ഇതേപോലെ വഖഫിന്റെ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അനധികൃതമായിട്ട് ആരെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഗ്രൗണ്ട് ഇല്ലാതെ കേസ് കൊടുത്തിട്ടുണ്ടോ? 6 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു ചർച്ചയിൽ വന്നിരുന്ന് വായിൽ തോന്നുന്ന പോലെ പറയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കൺമുന്നിലുള്ള 600 കുടുംബങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാതെ അതിനോടൊപ്പം നിങ്ങൾക്ക് ധാർമ്മികമായിട്ട് നിങ്ങൾക്ക് മാനുഷികമായിട്ട് നിൽക്കാൻ കഴിയാതെ പിന്നെ എന്ത് ഗീർവാണ് പഠിച്ചിട്ട് എന്താണ്? ഡോക്ടർ ബി ജയരാജ്, എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് സർക്കാരിന് ഒരു ലക്ഷ്യവുമില്ല ഇക്കാര്യത്തിൽ. എന്നിട്ട് വെറുതെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ അതിന്റെ വഴി അടയ്ക്കുകയുമാണ്. അവിടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് അവിടെ നിറവേറ്റുന്നത്. അതുകൊണ്ടാണല്ലോ നിയമസഭയിൽ ഒരുമിച്ച് തന്നെ കേന്ദ്ര ഭേദഗതിയെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സായത്. ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും സുപ്രധാനമായ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഇരിക്കുന്നത് അതാത് സ്ഥലങ്ങളുടെ ബിഷപ്പുമാരുടെ കൈകളിലാണ്. പിന്നെ ബാക്കിയുള്ളത് റെയിൽവേയുടെ കൈകളിലാണെന്ന് നമ്മളൊരു സർവേ നടത്തിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതുപോലെ തന്നെ എറണാകുളത്ത് നടന്ന ഏറ്റവും ഒടുവിൽ നടന്ന ക്രയവിക്രയത്തിൽ തുടർന്നുണ്ടായ ED റെയ്ഡും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫണ്ട്സ് കാണിക്കുകയും അതിനെതിരെ അന്വേഷണ ഉത്തരവിടുകയൊക്കെ ചെയ്തതും അതിന്റെ അന്വേഷണം ഇടയ്ക്ക് വെച്ച് നിന്നു പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അവരാരും ഈ ഒരു തുണ്ട് ഭൂമി പോലും സൂചി കുത്താൻ പോലും സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും സൂചി കുത്താനുള്ള സ്ഥലം കൊടുക്കത്തില്ല. എത്രയോ ആശ്രമങ്ങളുണ്ട്. ആശ്രമങ്ങൾക്ക് അന്യാധീനപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ആളുകൾ പോലും ഇല്ലാതെ നോക്കാനും കാണാനും ഇല്ലാതെ പരസ്യത ഏക്കർ കണക്കിന് സ്ഥലം കിടപ്പുണ്ട്. അത്തരം സന്യാസ സമൂഹങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ട ജനതയ്ക്ക് കൊടുക്കാറുണ്ടോ? ഇതൊന്നും കൊടുക്കാറില്ല. കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്നത് എന്തിനാ കൊടുക്കുന്നേ? എന്തിനു കൊടുക്കണം എന്നുള്ളത് പറയൂ. പള്ളി അവരുടെ സ്വത്ത് എന്തിനു കൊടുക്കണം? കാശ് കൊടുത്ത് മേടിച്ചതെന്നല്ല, കാശ് കൊടുത്ത് മേടിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഇഷ്ടദാനമായിട്ട് കിട്ടിയ മറ്റു പല രീതികളിലും കിട്ടിയ ഭൂമി, ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. അൽമായരുടെ പണമെടുത്ത് കൈകാര്യം ചെയ്യുന്ന പാതിരിമാരുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങളിലോട്ടൊന്നും കൂടുതൽ നമ്മൾ കിടക്കണ്ട. വഖഫിന്റെ മാത്രമല്ല, ഇതിപ്പോ ആദ്യമേ വഖഫിനെ തേടി വരും, രണ്ടാമത് വരുന്നത് ഞാൻ ഈ പറഞ്ഞ ന്യായങ്ങളുമായിട്ട് ക്രിസ്തീയ സമൂഹത്തിന് തേടി വരും. ആദ്യമേ മുസ്ലിങ്ങളെ തേടി വരും, രണ്ടാമത് ക്രിസ്ത്യാനികളെ തേടി വരും, അത് അന്വേഷിച്ച് വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കണ്ട് മനസ്സിലാക്കുക. അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. അതല്ല ഞാൻ പറഞ്ഞ അതിന്റെ ആദ്യമേ മുസ്ലിങ്ങളെ തേടി വരും, രണ്ടാമത് ക്രിസ്ത്യാനികളെ തേടി വരും, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരെ തേടി വരും. അങ്ങനെ തന്നെയാണ് നമ്മൾ ജർമ്മനിയിലും കണ്ടത്. അതുകൊണ്ട് വഖഫിനെതിരെ നിയമം നടപ്പിലാക്കുന്നുണ്ടെ ആരും കണ്ട് കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതുകൊണ്ട് മാത്രമാണ് മുനമ്പത്തിലെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ന്യൂനീകരിച്ച് കേരളത്തിലെ മാത്രം പ്രശ്നമായിട്ട് കാണണ്ട. ഇത് ആദ്യമേ ഒരു സമൂഹത്തിനെ നേടിയിരുന്ന അടുത്ത സമൂഹം എന്ന് പറയുന്നത് ക്രിസ്തു സമൂഹമാണെന്നുള്ള കാര്യം മറക്കണ്ട. മൂന്നാമത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ലോകം മുഴുവൻ ആദ്യമേ ജൂതന്മാരെയാണ് കൊന്നത്, അതിനുശേഷമാണ് ക്രിസ്ത്യാനികളെ പിടിച്ചത്. അതിനുശേഷം പിന്നെ നിങ്ങളെയൊക്കെ പിടിക്കാൻ വരുന്നത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ എത്തുന്ന ഒരു സ്ഥിതി ഒരുപാട് കേട്ടിട്ടുള്ളതാണെങ്കിൽ അത് തന്നെയാണ് വാസ്തവവും. ഇത് തന്നെ വാസ്തവമാണ്. ഓരോന്നായിട്ട് പിടിക്കുമെന്നാണ് പറയുന്നത് ഫാദർ ജോഷി മയ്യാറ്റിൽ. ഇദ്ദേഹം ഇപ്പോൾ എനിക്ക് ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അതായത് ഇദ്ദേഹം നേരത്തെ ഫാറൂഖ് കോളേജിനെ കുറിച്ച് ഒരു പരാമർശം നടത്തി. അതായത് ഫാറൂഖ് കോളേജ്
എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി സിദ്ദിഖ് സേട്ട് കൊടുത്ത ഭൂമി അതിനുവേണ്ടി ഉപയോഗിക്കാതെ വേറെ ആർക്കൊക്കെ കൊടുത്ത കാശ് വാങ്ങി എന്നൊരു സ്റ്റേറ്റ്മെന്റ് കുറച്ചു നേരത്തെ ഇദ്ദേഹം ഇവിടെ നടത്തി. മഞ്ജുഷ് വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന്? അതായത് ഫാറൂഖ് കോളേജ് ഈ 1989 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ 218ഓളം പട്ടയങ്ങള് കൊടുത്തത്, കാശ് വാങ്ങി കൊടുത്തത്, ആ കാശ് വിദ്യാഭ്യാസ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടിയല്ല ഫാറൂഖ് കോളേജ് ഉപയോഗിച്ചത് എന്ന് ഇതുവരെ ആരെങ്കിലും ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ മഞ്ജുഷ? ഇതുവരെ ഈ നിമിഷം വരെ ആരെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ആർഗ്യുമെന്റേഷനുമായിട്ട് ഒരു മഹാൻ വന്നിരിക്കുന്നു. 2, ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ? നമ്മളിപ്പോ സംസാരിച്ചത് ഒരു കാര്യമാണ്, അതായത് ഇപ്പോൾ നിലവിലുള്ള വഖഫ് ആക്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് നിരക്കുന്നതല്ല. പാതിരി മഹാനെ, പാതിരിയായ മഹാനെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ കേന്ദ്ര നിയമത്തിനെതിരെയാണ് പറഞ്ഞത്, അല്ലാതെ മുനമ്പ് വിഷയമല്ല ഞാൻ പരാമർശിച്ചത്. ഇത് നമ്മൾ മഹാനായ പാതിരി, ഞാൻ പറഞ്ഞത് മുനമ്പ് വിഷയത്തിനെ കുറിച്ചല്ല, ഞാൻ കേന്ദ്ര നിയമം നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കാതെ അരിയും മൂല്യം കേട്ടോണ്ട് ഉത്തരം പറയാൻ നിൽക്കരുത്, അരിയും മൂല്യം കേട്ടോണ്ട് സംസാരിക്കാൻ നിൽക്കരുത്. സാമൂഹിക സേവന ശുശ്രൂഷകൾ ഇവിടെ ആര് നടത്തുന്നുണ്ട് മഞ്ജുഷേ? ഇവിടെ ഈ പറഞ്ഞ വലിയ ഒരു ദുരന്തം ഉണ്ടായിട്ട് സർക്കാർ ഈ ദുരന്തത്തിനു വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സർക്കാർ എന്തു ചെയ്തു മഞ്ജുഷേ? മറിച്ച് ഓൾറെഡി 100 വീടുകള് അവിടേക്ക് KCBC അല്ലേ കൊടുത്തത്? അതിനുവേണ്ടിയുള്ള ആദ്യത്തെ 2 വീടുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞല്ലോ. ആരിങ്ങനെയുള്ള സ്റ്റെപ്പുകൾ എടുത്തു മഞ്ജുഷേ? ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആകെപ്പാടെ 2.6% ഉള്ള ക്രിസ്ത്യാനികള് ചെയ്യുന്നത് പോലെയുള്ള സാമൂഹ്യ സേവനങ്ങൾ, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ ആര് ചെയ്യുന്നു മഞ്ജുഷേ? കേരളത്തിൽ തന്നെ ഇവിടെയുള്ള വിദ്യാഭ്യാസം ആകട്ടെ, ആരോഗ്യ മേഖലയാകട്ടെ, സാമൂഹ്യക്ഷേമ മേഖലയാകട്ടെ, വേറെ ആര് ചെയ്യുന്നുണ്ട് മഞ്ജുഷേ? അപ്പോൾ ഈ മഹാന്റെ ഈ സ്റ്റേറ്റ്മെന്റോടുകൂടി അദ്ദേഹത്തിന്റെ വർഗീയത വളരെ പ്രകടമാണ്. അതായത് അദ്ദേഹത്തിന് ഈ വഖഫ് ബോർഡിനെ പൊതിഞ്ഞു പിടിക്കണം, അദ്ദേഹത്തിന് ഇവിടെയുള്ള ഏകപക്ഷീയമായ ഈ മത വർഗീയവാദപരമായ ഈ നിയമത്തെ പൊതിഞ്ഞു പിടിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഇപ്പോൾ പഴയ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരികയാണ്. ആദ്യം അവരെ തേടി വന്നു, ഇവരെ തേടി വന്നു, മറ്റവരെ തേടി വന്നു. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. സത്യത്തിൽ ഇന്ത്യയിലെ പൗരന്മാർക്ക് മതേതരത്വം ഉറപ്പു നൽകുന്ന ഒരു നിയമമാണോ വഖഫ് ആക്ട് 1995? ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയട്ടെ. ശരി, ഡോക്ടർ ബി ജയരാജ് മറുപടിയോടുകൂടി അവസാനിപ്പിക്കാം. ഇത് ഞാൻ പറഞ്ഞത് കേന്ദ്ര നിയമം നടപ്പിലാക്കിയാലുള്ള വിഷയമാണ്. കേന്ദ്ര നിയമം നടപ്പിലാക്കുന്നതിന് മുൻപത്തെ ആളുകൾക്കെല്ലാം ഉടനെ തന്നെ ഭൂമി കിട്ടും എന്നൊക്കെ കരുതുന്നതിനേക്കാൾ അധിക അട്രോസിറ്റീസ് ഈ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിക്കെതിരെ ഇന്ത്യ മുഴുവൻ ഉണ്ടാവുമെന്നുള്ള കാര്യം അത് എല്ലാവർക്കും, ഞാൻ പറയാതെ തന്നെ മഞ്ജുഷിനും അത് അറിയാവുന്ന കാര്യമാണ്. ഏത് രീതിയിലാണ് അത്തരം ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങളെ ബാധിക്കുക എന്നുള്ളത് അത് ഞാൻ എടുത്തെടുത്ത് പറയണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഗ്രേറ്റർ കോമൺ ഗുഡ്സ് എന്നുള്ള കാര്യം ഞാൻ ഉപയോഗിച്ചത്. ചെറിയ ഒരു 600 പേർക്കുള്ള കാര്യം ഈ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. അത് ബിക്കോസ് ഐ എം പ്രെഡിക്റ്റിംഗ് ഹ്യൂമൻ ബിഹേവിയർ, ഐ എം പ്രെഡിക്റ്റിംഗ് ദ ബിഹേവിയർ ഓഫ് ദ ഗവൺമെന്റ്, ദിസ് ഗവൺമെന്റ്. അത് ഏത് രീതിയിലാണ് പോകുന്നത്, എങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണ് അവരുടെ മാർഗനിർദ്ദേശം നൽകുന്നവർ, ഏത് രീതിയിലാണ് അവർ പെരുമാറുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തിന് വരെ ബലിയൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത്. ഈ അബ്കെ ബാർ 400 ബാർ ആവുമായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല രാജ്യത്തിന്റെ സ്ഥിതി. ജനങ്ങളെതിരായിട്ട് വിധി എഴുതിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും വരാതെ അതല്ലാന്നുണ്ടെങ്കിൽ മുൻപത്തെ വഖഫ് വിഷയം കേന്ദ്ര നിയമ ഭേദഗതിയോ പരിഹാരം അതേ എന്ന് 82% പ്രേക്ഷകർ, അല്ല എന്ന് 13%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.